മെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ന്യൂ ഏജ് തിങ്കിങ് ഏത് രീതിയിലാണ് കുഞ്ഞുങ്ങളെ അഫക്റ്റ് ചെയ്യുന്നത് അതാണ് നമ്മൾ പഠിച്ചത്. ഇനിയും അവരെ സെഡ്യൂസ് ചെയ്ത് ക്ലാസ് റൂമിൽ നിന്ന് പല കാര്യങ്ങൾ അവരെ അക്വയർ ചെയ്യുന്നുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല ഇപ്പോഴത്തെ സ്റ്റഡീസ് കാര്യങ്ങളൊക്കെ. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു സാറ് വന്നിരുന്ന് പിള്ളേരെ പിടിച്ചിരുത്തി പഠിപ്പിക്കുന്ന സിറ്റുവേഷൻസൊക്കെയാണ്. ഇപ്പോഴതിൽ നിന്നൊക്കെ ഇത്തിരി വ്യത്യസ്തമായി ആണ് പഠന ശൈലിയും രീതികളും എല്ലാം ഒരുപാട് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അതുമാത്രവുമല്ല, ഈ ചെറുപ്പത്തിലെ തന്നെ എന്ന് വെച്ചാൽ ടീൻസ് ഏജിൽ തന്നെ ഈ പണ്ടൊക്കെ ഈ ക്ലാസ് കട്ട് ചെയ്ത് സിനിമ കാണാൻ പോകുന്ന ഒരു സംഭവമുണ്ട്. അതേ ഉള്ള കാര്യമായിട്ടുള്ള ഒരു ഈവിൾ എന്നു പറഞ്ഞുകൊണ്ടിരുന്ന ക്ലാസ് കട്ട് ചെയ്ത് സിനിമ കാണാൻ പോകും. ഇടയ്ക്ക് പിള്ളേർ ആരും കാണാതെ പോയി പണ്ടത്തെ കഥയാണ് പറയുന്നത്, സിഗരറ്റ് വലിക്കും. ഇതൊക്കെയായിരുന്നു പണ്ടത്തെ ഉള്ള ഏറ്റവും വലിയ ക്രൈമും ഒക്കെ ആയിട്ട്. ഇന്നിപ്പോൾ ഇതൊന്നുമല്ല ക്രൈം, ഇതൊക്കെ ഇത്തിരി അങ്ങ് മാറിപ്പോയിട്ട് നമ്മൾ എല്ലാ ദിവസവും പത്രത്തിലുള്ള ഒരു കോമൺ വാർത്ത, ഈ മരണ വാർത്ത പത്രത്തിൽ ചരമ വാർത്ത വരുന്നെന്ന് പറയുന്ന പോലെ എല്ലാ ദിവസവും കോമണായിട്ട് പത്രത്തിലുള്ളൊരു വാർത്തയാണ് ഡ്രഗ്സ് അല്ലെങ്കിൽ കഞ്ചാവ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനം MMDA ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പിടിച്ചതിൻ്റെ ഒരു വാർത്തയെങ്കിലും ഇല്ലാത്ത ഒരു ദിവസം പോലും പത്രമല്ല. അത് കൂടുതലും അത് ആരാണ് അതിനകത്ത് ഇൻവോൾഡും അഫക്റ്റഡും എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു 25 വയസ്സിൽ താഴെയുള്ളവരാണ്. യൂത്ത്സും കൗമാരപ്രായത്തിലുള്ളവരും ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആയിരിക്കുന്നത്. ഡ്രഗ്സ് അതുപോലെ തന്നെ പണ്ടത്തെ പോലെയല്ല, മദ്യം കഴിച്ചിട്ട് ആൽക്കഹോൾ കഴിച്ചിട്ട് ക്ലാസ്സിലിരിക്കുന്ന പിള്ളേരുണ്ട്, പേടി പോലെയാണ്. അതുപോലെ അവരുടെ നേച്ചർ ഏത് രീതിയിലാണെന്ന് അറിയത്തില്ല. കാരണം ഇപ്പം പല ക്ലാസ്സുകളിലും മിക്സ്ഡ് ആയിട്ടായിരിക്കുന്നത്, പുരുഷനും സ്ത്രീയും. പ്രൊഫഷണൽ കോളേജിലല്ല, അല്ലാത്ത കോളേജിൽ പോലും മിക്സ്ഡ് ആയിട്ടായിരിക്കുന്നത്. പുരുഷന്മാർ നീട്ടി തലമുടി വളർത്തും, ക്ലീൻ ഷേവ് ചെയ്ത് നീട്ടി തലമുടി വളർത്തി കെട്ടിക്കഴിഞ്ഞാൽ ആണാന്നോ പെണ്ണാന്നോ അറിയത്തില്ല. ആ രീതിയിലൊക്കെ ആയിരിക്കുന്നത്. ആണ് ഏതാ പെണ്ണ് തിരിച്ചറിയത്തില്ല. സാറിന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അത് മാത്രമല്ല, 24-25 വയസ്സിലൊക്കെ ക്ലാസ്സിലിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് പഠിപ്പിക്കുന്ന സാറിനും ആ വയസ്സേ കാണുള്ളൂ. അവർ ലേഡി ആണെങ്കിൽ അവർക്കൊന്നും പറയാൻ വയ്യാത്ത സ്റ്റേജാണ്. അന്നേരം ഡ്രഗ്സ്, ആൽക്കഹോള്, അതുപോലെ പല സമയങ്ങളിൽ മൊബൈലൊക്കെ പിള്ളേരുടെയിലൊക്കെ ഉണ്ട്. അവർ ഇവിടെ സാറ് ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോഴേ മൊബൈലിൽ നിന്ന് പല കാര്യങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. ചിലർ പ്രോണോഗ്രഫിക് സൈറ്റൊക്കെ ആയിരിക്കും കാണുന്നത്, നല്ല സുഖമായിട്ട് കണ്ടുകൊണ്ടിരിക്കും. ചിലർ ഫോട്ടോ എടുക്കും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും എല്ലാം ഈ ക്ലാസ്സിൽ കാണുന്നുണ്ട്. അതുപോലെ ലേഡീസിൻ്റെ അരികിലേക്ക് വരുമ്പോൾ ഫാഷന്, ഹെയർ സ്റ്റൈല്. ഇപ്പം ഏറ്റവും കാണുന്നൊരു കാര്യമാണ് ടാറ്റൂയിങ്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് സംസാരിച്ചാണ്, ഏത് എക്സ്റ്റെൻറ്റ് വരെയും പോകും. എന്നെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു പുരുഷനുണ്ടെന്ന് പറഞ്ഞിട്ട് ആ പുരുഷൻ്റെ പേര് സീക്രട്ടായിട്ടുള്ള പ്ലേസ് ബ്രസ്റ്റിലൊക്കെ ടാറ്റു ചെയ്യുക. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെടുന്ന പെണ്ണിൻ്റെ പേര് ഈ ചുണ്ടിൻ്റെ അടിഭാഗത്ത് ടാറ്റു ചെയ്യുക. ഏറ്റവും ഏത് എക്സ്ട്രീം വരെ പോകുന്ന രീതിയിലുള്ള ക്ലാസ് റൂമിൽ നിന്നാണ് പലതും കിട്ടുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുന്നതിന് പേരൻസിനും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നിങ്ങളുടെ കുട്ടികളുടെ കൂട്ടുകാരാരാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അതൊരു 100% ഉറപ്പായിട്ട് മനസ്സിലാക്കണം. അവരുടെ കൂട്ടുകാർ ആരാന്ന് മനസ്സിലാക്കിയാൽ അവരുടെ സ്വഭാവം നിങ്ങൾക്ക് പിടികിട്ടും. അന്നേരം അതുകൊണ്ട് അവരുടെ കൂട്ടുകാരെ മനസ്സിലാക്കി അതനുസരിച്ച് നിങ്ങളുടെ കൺവിക്ഷൻസ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഞാനൊരു ആ തത്വങ്ങൾ, അതിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് പേരൻറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിന് പറഞ്ഞു, ആ തത്വങ്ങൾ പറഞ്ഞു, ഹൗ യു ഹാവ് ടു ഗീവ് ദ കൺവിക്ഷൻ. നിങ്ങളുടെ കൺവിക്ഷൻ നിങ്ങളുടെ തലമുറകളെ പറഞ്ഞു കൊടുക്കണ്ട. അതുകൊണ്ട് ടാറ്റൂയിങ്, ഹെയർ സ്റ്റൈല്, ഫാഷന് ഇതെല്ലാം ഇന്ന് ക്ലാസ് റൂമിൽ നിന്ന് കിട്ടുന്ന സെഡ്യൂസിങ് ദ യൂത്ത്, അതാണ് നടക്കുന്നത്. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 9 മിനിറ്റുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കാൻ വായിക്കാം. ഡ്യൂട്രോണമി 18:9-13, 18-9 മുതൽ 13 വാക്യങ്ങൾ. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്തെത്തിയ ശേഷം അവിടുത്തെ ജാതികളുടെ മ്ലേച്ഛതകൾ നീ പഠിക്കരുത്. അതിന് താഴോട്ട് എഴുതിയിട്ടുണ്ട് എന്തോ ജാതികളുടെ മ്ലേച്ഛതകൾ. തൻ്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശനം ചെയ്യിക്കുന്നവൻ, പ്രശ്നക്കാരൻ, പ്രശ്നം വെച്ച് നോക്കുന്നവൻ, മുഹൂർത്തക്കാരൻ, മുഹൂർത്തം നോക്കുന്നവൻ, ആഭിചാരകൻ,
ആഭിചാരകൻ, ക്ഷുദ്രക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാടൻ, ഇതെല്ലാം ഒരു ഒക്കൾട്ട് പ്രാക്ടീസാണ്. ഇപ്പോൾ ഉള്ള നിലവിലുള്ള പൈശാചിക പ്രാക്ടീസാണ്. ലക്ഷണം പറയുന്നവൻ, അഞ്ജനക്കാരൻ നിങ്ങളുടെ ഇടയിൽ കാണരുത്. ഈ കാര്യങ്ങൾ ചെയ്യുന്നവനെല്ലാം യഹോവയ്ക്ക് വെറുപ്പാകുന്നു. ഇങ്ങനെയുള്ള മ്ലേച്ഛകൾ നിമിത്തം നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നു. നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ നീ നിഷ്കളങ്കനായിരിക്കണം. ഏത് രീതിയിൽ ജീവിക്കണമെന്ന് നല്ല ക്ലിയർ പിക്ചർ ഇസ്രായേൽ മക്കളോട് ദൈവം പറയുന്ന ഭാഗമാണിത് പറയുന്നത്. ഇത് അന്ന് പറഞ്ഞു, ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതല്ല. ഇപ്പോഴും അത് തന്നെ. ദൈവത്തിൻ്റെ പോളിസി ദൈവം മാറ്റുന്നൊന്നുമില്ല. ദൈവം മാറാത്ത ദൈവമാണ്. ആ പോളിസി ഇപ്പോഴും അതുപോലെ തന്നെയാണുള്ളത്. അതുകൊണ്ട് ഇതെല്ലാം തന്നെ എന്താണ്? പൈശാചികമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കമ്പ്യൂട്ടർ, കൊച്ചു കുഞ്ഞുങ്ങളെ കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ് ഗെയിം, ഇപ്പോൾ യൂസ് ഒന്നും അധികം ഇൻ്റർനെറ്റ് ഗെയിമിലൊന്നും പോയില്ലായിരിക്കും. അങ്ങനെയുള്ള കുറേ ഗെയിംസിൻ്റെ പേരുകൾ ഞാൻ പറയാൻ ശ്രദ്ധിക്കുക. ഹീറോ ക്വസ്റ്റ് 2, ഫാൻറ്റസി 3, വിസാർഡ്സ് ക്രൗൺ, സീക്രട്ട് ഓഫ് സിൽവർ ബ്ലേഡ്, ഡ്രാഗൺ സ്ട്രൈക്ക്, ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം പൈശാചികമായിട്ടുള്ള കളികളൊക്കെയാണിത്. പ്രത്യേകം ശ്രദ്ധിക്കുക. നിൻറ്റഡോ ഗെയിംസ്, കാസിൽവാനിയ 3, ഡ്രാക്കുളാസ് കേഴ്സ്, ഓൾട്ടേഡ് ബീസ്റ്റ്, ഇതെല്ലാം തന്നെ എന്തെങ്കിലുമൊക്കെ അവിടെ ഹൃദയത്തിൽ പേടിയിടുകയോ അല്ലെങ്കിൽ വയലൻസിൽ പോവുകയോ അല്ലെങ്കിൽ അതിനകത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ചില മെത്തേഡ്സ് പ്രാക്ടീസ് ചെയ്യാനോ ഒക്കെ പ്രേരിപ്പിക്കും. അതുപോലെ തന്നെ ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാക്കുന്ന കളികളും ഫിലിംസും ഒക്കെ ഉണ്ട്. ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാക്കുന്ന മൈ ബ്ലഡി വാലന്റൈൻ, പ്രോം നൈറ്റ്, ഫ്രൈഡേ ദ 30th, നൈറ്റ് മെയർ ഓഫ് എലം സ്ട്രീറ്റ്, ഹൊറർ മൂവിയാണ്. ഗോസ്റ്റ്, ഫ്ലാറ്റ് ലൈനേഴ്സ്, ഡിഫെൻഡിങ് യുവർ ലൈഫ്, സ്വിച്ച്, ഇതെല്ലാം തന്നെ പിക്ചേഴ്സ് ഓഫ് ദ ഡെഡ് വേൾഡ് ആൻഡ് ഡീമൺസ്. അതായത് ഡീമൺസിൻ്റെ പിക്ചറും ഡെഡ് വേൾഡിലുള്ള പിക്ചറും ഒക്കെയാണ്. ഇത് പണ്ടൊന്നും ഇന്ത്യയിലൊന്നും അത്രയും ഇല്ലായിരുന്നു. ഇപ്പോൾ ഈ ഇൻ്റർനെറ്റ് ഓപ്പൺ ചെയ്തതോടുകൂടി ഈ വിദേശത്തുള്ള സാധനങ്ങളെല്ലാം ഇപ്പോൾ ഇന്ത്യയിലും ഉണ്ട്. ന്യൂ ഏജ് കാർട്ടൂൺസ്, ന്യൂ ഏജ് ഫിലോസഫീസ്, വിച്ചസിനെ കുറിച്ചുള്ളത്, മോൺസ്റ്റേഴ്സിനെ കുറിച്ചുള്ളത്, നമുക്കിപ്പോൾ അറിയാവുന്ന, ഒരിക്കലും കേൾക്കാത്തൊരു കാര്യമാണ്. കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് കേരളത്തിലും ഇന്ത്യയിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഹാലോയിൻ. നമ്മളൊന്നും എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ട് പോലുമില്ല. ചെറുപ്പത്തിലല്ല, 10 വർഷത്തിന് മുമ്പ് അത് കേട്ടിട്ടേ ഇല്ല. ഇപ്പം എല്ലാം ഹാലോയിൻ എന്നും പറഞ്ഞൊരു സംഭവം. എന്താണ്? കുഞ്ഞുങ്ങളെ എല്ലാം തന്നെ വിച്ചസിൻ്റെ വേഷമൊക്കെ കെട്ടി അവരെ ഇങ്ങനെ നടത്തി അന്ന് സ്വീറ്റ്സ് കൊടുക്കുകയും ഡാൻസ് കളിപ്പിക്കുകയും ഒക്കെ ചെയ്ത് USA ന്യൂയോർക്കിലെ ഇങ്ങനെയൊക്കെ അവിടെയൊക്കെയുള്ള സ്ഥലങ്ങളിലുണ്ടായിരുന്നതാണ്. അതിപ്പം ഗ്രാജുവലി ഇപ്പം കേരളത്തിലുമുണ്ട്. ഹാലോയിൻ ഒരു ഡേറ്റ് പറഞ്ഞിട്ട് അത് ചെയ്യുക എന്നൊക്കെ. ഇതൊക്കെ എന്താ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മളറിയാതെ തന്നെ ഇതിപ്പം കുഞ്ഞുങ്ങൾ കിടന്ന് കരയും, അയ്യോ അവരുടെ വീട്ടിലെ ഹാലോയിൻ്റെ ഒരു വിച്ചിൻ്റെ വേഷം കെട്ടിയതാണ്ട് അവർ ഡാൻസ് കളിക്കുന്നത് എനിക്ക് വേണം എന്നും പറഞ്ഞ് കുഞ്ഞുങ്ങൾ കരയുമ്പോഴേ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യണം. അതിനകത്തൊന്നും ഇല്ല. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, അതിനകത്തൊക്കെ എന്തോ ഉള്ളത്, അതൊക്കെ പിള്ളേരുടെ കളിയല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അല്ല, കളിയെന്നൊക്കെ പറയാം, ഇതെല്ലാം അങ്ങനെയാണല്ലോ, കളിയാണല്ലോ, എല്ലാം കളി കൂടെ ആണല്ലോ കാര്യമാവുന്ന അവസാനം. അതുകൊണ്ട് കളിയെന്നൊക്കെ നമ്മൾ പറഞ്ഞാലും അതിന് പിന്നിലോ നിങ്ങൾ തിങ്കിങ് ഇല്ലാത്തതുകൊണ്ടാണ്, നിങ്ങൾ അതിനെക്കുറിച്ച് ആ രീതിയിൽ ചിന്തിക്കുന്നതുകൊണ്ടാണ്, നിങ്ങളുടെ ചിന്ത സങ്കുചിത മനസ്ഥിതി, അങ്ങനെ പറയും. നിങ്ങൾ ആ സങ്കുചിത മനസ്ഥിതിയാണ് എന്നൊക്കെ പറയും. ശരിയാണ്, സങ്കുചിത മനസ്ഥിതിയൊക്കെ മനുഷ്യന് ആവശ്യമാണ്. അല്ലെങ്കിൽ ദൈവം അങ്ങനെ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു, എല്ലാവരും നമുക്ക് വേണം, എല്ലാ രീതിയിലും നിങ്ങളങ്ങ് ജീവിച്ചോ എന്ന് പറഞ്ഞാൽ പോരായിരുന്നു. എന്താ ദൈവം പറഞ്ഞത്? യഹോവയ്ക്ക് അറപ്പാകുന്നു, അങ്ങനെയുള്ള മ്ലേച്ഛത നിമിത്തം നിന്നെ ദൈവമായ യഹോവയുടെ മുമ്പിൽ നീക്കിക്കളയും. ദൈവത്തിന് അങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക തന്നെ വേണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കനായിട്ട് നടക്കണം എന്നുള്ള പറഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് മ്യൂസിക് ആൻഡ് ഡാൻസിങ് ഇൻ ദ ഡാർക്ക്. ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട്, അതൊക്കെ ശരിക്കും ഒരു ഡെവിളിഷ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഡാൻസ് നടക്കുന്ന പാർട്ടീസിൻ്റെ ഡാൻസ് നടക്കുന്നിടത്താണ് ബ്രൈറ്റ് ലൈറ്റ് ഇട്ടിട്ട് ഡാൻസ് കളിക്കാറുണ്ടോ? ഇല്ല, ബ്ലിങ്ക് ചെയ്യുന്നതും വലിയ ശക്തിക്കും ഇടയ്ക്കും ഇരുട്ട് വരുന്നതും ആരാണെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിൽ ഉള്ള ഡാൻസും, അവിടെ
എന്താണ് ഡേറ്റിങ്ങും പെറ്റിങ്ങും പിന്നെ അതുപോലെ കിസ്സിങ്ങും ഹോൾഡിങ്ങും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ അറിയാതെ തന്നെ ആൽക്കഹോള്, MMDA, കഞ്ചാവ്, സ്മോക്കിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ ഇടയ്ക്കൂടെ നടക്കും. ഓൾ ആർ എൻജോയ് ചെയ്യുന്ന ആരാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്? പിശാച എൻജോയ് ചെയ്യുന്നത്. അത് നമ്മൾ ഒരിക്കലും മറന്നു പോയത്. പിശാച് എൻജോയ് ചെയ്യാണ്. സാത്താൻ ഒരു വഞ്ചകനാണ്. അവൻ ഡിസീവ് ചെയ്യും. അവൻ വെളിച്ചദൂതൻ്റെ വേഷത്തിൽ വന്ന് കൊണ്ടുപോകും. കഴിഞ്ഞ ദിവസം ഒരു പ്രയർ റിക്വസ്റ്റ് വന്നതാണ്. എനിക്ക് പറയുന്നതിൽ വലിയ ഒരു സങ്കടമുണ്ട്. കഴിഞ്ഞ ദിവസത്തിലെ ഇപ്പം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഒരു ചർച്ചിൻ്റെ വർഷിപ്പ് ലീഡറാണ് കഴിഞ്ഞ ദിവസം റാഗിങ്ങിൽ പിടിച്ച് 4 പേരെ പിടിച്ചതിനകത്ത് ഒരാൾ ചർച്ചിൻ്റെ വർഷിപ്പ് ലീഡറാണെന്ന് പറഞ്ഞു. ഒരു ചർച്ചിൻ്റെ വർഷിപ്പ് ലീഡറായിട്ടുള്ള യൂത്തിനെയാണ് പിടിച്ചുകൊണ്ട് ജയിലിൽ കൊണ്ടുപോയിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ക്രിസ്ത്യൻ ഫാമിലീസിൽ വന്നു കയറുന്നത്? അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്താണെന്ന്? ഇതെല്ലാം തന്നെ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ. അവരറിയാതെ ഇമിറ്റേറ്റ് ചെയ്യുന്ന, അറിയാതെ ഇതങ്ങ് ഉള്ളിലോട്ട് കയറിക്കഴിഞ്ഞാൽ പിശാചിനൊരു ഗേറ്റ് വേ കൊടുത്തു കഴിഞ്ഞാൽ അവന് ഇടം കൊടുക്കരുതെന്ന് പറഞ്ഞാൽ അവന് ഇടം കൊടുക്കുക തന്നെ പാടില്ല. പിശാചിന് ഇടം കൊടുക്കരുതെന്ന് പറഞ്ഞാൽ വെറുതെ ഒന്നുമല്ല എഴുതിയേക്കുന്നത്. അത് കൊടുക്കാൻ പാടില്ല. നിങ്ങളുടെ നോട്ടത്തിലോ നിങ്ങളുടെ ആക്ഷനിലോ നിങ്ങളുടെ പ്രവൃത്തിയിലോ ചിന്തയിലോ ഏതെങ്കിലും രീതിയിൽ ഇടം കൊടുത്താൽ അത് കയറും. എൻ്റെ ജീവിതത്തിൽ എനിക്കറിയാം കയറിയ കാര്യം. എത്ര വർഷം ഫൈറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങിപ്പോയത്. പിന്നെ എത്ര സമയം ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങിപ്പോയത്. കാരണം അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് 100% കറക്റ്റാണ്. 90% ഒന്നുമല്ല. അത് സങ്കുചിത മനസ്ഥിതിയൊന്നുമല്ല. എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യുന്നൊന്നുമല്ല. ശരിയായിരിക്കും, നമ്മളെ കൂട്ടത്തിലായിരിക്കും. അവരൊന്നും പല കാര്യങ്ങളും നമ്മളെ കൂട്ടത്തിലായിരിക്കും, നമ്മളെ ഒറ്റപ്പെടുത്തിക്കോട്ടെ. കർത്താവിന് വേണ്ടി അവൻ്റെ ജീവൻ എനിക്ക് വേണ്ടി തന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ ജീവൻ മുഴുവനായിട്ട് അവസാനത്തുള്ളി ചോര വരെ എനിക്ക് തന്ന് എന്നെ വീണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒറ്റപ്പെടല് ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി ഒറ്റപ്പെടുന്നതിന് പ്രൈസ് ദ ലോർഡ് പറയും. അതാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നമ്മൾ ഏറ്റവും കൺസേൺ ആയിരിക്കണം ഈ കാര്യങ്ങളിൽ. 1 തെസ്സലോനിയർ 5:22 ക്ലിയറായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. സകലവിധ ദോഷവും വിട്ടകലുവിൻ. അബ്സ്റ്റെയിൻ ഫ്രം ഓൾ അപ്പിയറൻസ് ഓഫ് ഈവിൾ. അവോയ്ഡ് എവറി കൈൻഡ് ഓഫ് ഈവിൾ. അത് ചെറിയ ഈവിളും വലിയ ഈവിളും ഒന്നുമല്ല. ഹാലോയിൻ ഈവിൾ ആണെങ്കിൽ അത് ഉപയോഗിക്കരുത്, ചെയ്യരുത്. അത് ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ അത് ചെയ്യരുത്. കാരണം എന്താ കാര്യം എന്ന് വെച്ചാൽ അതൊരു എൻട്രി ഓപ്പൺ ചെയ്യാണ്. യു വാണ്ട് ടു ഇമിറ്റേറ്റ് യുവർ സെൽഫ് ലൈക്ക് സൈറ്റൻ. പിശാചിനെ പോലെ നീ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഞാൻ ഒരു എപ്പിസോഡ് കൊണ്ട് തീരുമെന്ന് വെച്ചാൽ 1-2 എപ്പിസോഡ് കൊണ്ട് തീരുള്ളൂ. നമ്മുടെ കുട്ടികൾ സാത്താൻ്റെ പിടിയിലായോ ഇല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാകാം എന്നുള്ളതും സാത്താൻ ഉപയോഗിക്കുന്ന ചില ചിഹ്നങ്ങളെക്കുറിച്ചും ഒക്കെ അടുത്ത എപ്പിസോഡിൽ പറയാമെന്ന് വിചാരിക്കാം. നമ്മൾ ഒരു കാര്യം എപ്പോഴും ഓർക്കുക. ഒരു ഉപദേശിയുടെ ഒരു പയ്യൻ ചോദിച്ചു, ഉപദേശി എപ്പോഴും സ്വർഗത്തിൽ പോകുന്ന വഴിയാണല്ലോ പറഞ്ഞു തരുന്നത്, നരകത്തിൽ പോകുന്ന വഴിയും കൂടെ ഒന്ന് പഠിപ്പിച്ചൂടെ ഉപദേശി എന്ന് പറഞ്ഞു. പണ്ടല്ല ചെറുപ്പത്തിലെ കേട്ടുള്ള കഥയാണ്. അതിൽ ഉപദേശി പറഞ്ഞു, മോനെ നീ പോകുന്ന വഴിയെ അങ്ങ് പോയാൽ മതി, അത് നരകത്തിൽ ചെല്ലും. നീ പോകുന്ന വഴിയെ അങ്ങ് പോയാൽ മതി. ശരിയാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴേ, ലോകം നമ്മളെ ഷ്രിങ്ക് ചെയ്യുമ്പോഴേ അത് അങ്ങ് അക്സെപ്റ്റ് ചെയ്ത് പോയാലേ എൻഡ് ചെയ്യുന്നത് നിത്യനാശത്തിലായിരിക്കും. ഇതൊക്കെ നമ്മൾക്കൊന്നും ഭവിക്കത്തില്ല, നമുക്കൊന്നും ടച്ച് ചെയ്യത്തില്ല എന്ന് നമ്മൾ പറഞ്ഞിരിക്കരുത്. ഇന്ന് വിശ്വാസ സമൂഹത്തിലെ എന്തൊക്കെ പ്രയാസങ്ങൾ വരുന്നതാണ്. കാരണം എന്താണ് കാര്യം? നേരത്തെ പറഞ്ഞു, ദേ ആർ ടേക്കിംഗ് ഇറ്റ് ആസ് എ കാഷ്വൽ. അവരുടെ ജീവിതത്തിൽ അതിനൊരു പ്രാധാന്യമില്ല, ഒരു സീരിയസ്നെസ് ഇല്ല. ഫെയ്ത്തിനൊരു സീരിയസ്നെസ്, ജീവിതത്തിൽ ഒന്നിനും സീരിയസ്നെസ് ഇല്ല. പിന്നെ ഫെയ്ത്തിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? ആകെ സീരിയസ്നെസ് ഉള്ള എൻട്രൻസ് എഴുതി പാസ്സാവാനാണ് സീരിയസ്നെസ്. അല്ലെങ്കിൽ IAS കോച്ചിങ്ങിന് പോയിട്ട് ആ പരീക്ഷ എഴുതാനുള്ള സീരിയസ്നെസ്സാണ് ഉള്ളത്. അല്ലാതെ വേറെ ഒന്നിനും സീരിയസ്നെസ് ഒന്നുമില്ല. അപ്പൻ എന്ന് പറഞ്ഞാൽ ഫണ്ട് ചെയ്യാനായിട്ടുള്ളൊരു മാർഗം, അമ്മയെന്ന് പറഞ്ഞാൽ പേര് പറയാനായിട്ടുള്ളൊരു മാർഗം. അതിനപ്പുറമായിട്ടുള്ളൊരു സീരിയസ്നെസ് ഇല്ല, റിലേഷൻഷിപ്പിനകത്തില്ല. കാര്യം എന്താണ്? ചെറുപ്പത്തിലേ തന്നെ ഈ അപ്പനും അമ്മയും ആ കൊച്ചിനെ എടുത്ത് മടിയിൽ വെച്ച് പ്രാർത്ഥിച്ച് അപ്പൻ്റെ കണ്ണുനീരും അമ്മയുടെ കണ്ണുനീരും ആ കുഞ്ഞിൻ്റെ ദേഹത്ത് വീണിട്ടുണ്ടെങ്കിൽ അവരൊന്നും നശിച്ചു പോകത്തില്ല. അത് ചെയ്തിട്ടില്ല. ആ സമയത്ത് അപ്പൻ ദൂരദേശത്ത് വർക്കിലായിരുന്നു, അമ്മ വീട് കാര്യങ്ങളെല്ലാം നോക്കണം. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിനെ നോക്കാൻ സമയമില്ല, ആയയാണ് നോക്കിയത്. അതുകൊണ്ട് അപ്പൻ ആരാന്ന് പറഞ്ഞാൽ ഒൺലി എ പേഴ്സൺ ഓഫ് ഫണ്ടിങ്. ഒരു കഥ ഒരിക്കലും ഞാൻ കേട്ടിട്ടുണ്ട്.
ഒരു കൊച്ചിൻ്റെ കൂടെ ഫാമിലിയെക്കുറിച്ച് ഒരു പടം വരയ്ക്കാൻ പറഞ്ഞു. പടം വരച്ചപ്പോൾ ആ കൊച്ച് എല്ലാം എഴുതിയിട്ടുണ്ട്, എല്ലാം വരച്ച് നീറ്റായിട്ട് വരച്ചിട്ട് അതിനകത്ത് അമ്മയുണ്ട്, വീട്ടിലെ പട്ടിയുണ്ട്, വീട്ടിലെ അപ്പൻ വല്യപ്പനോ വല്യമ്മയോ ഉണ്ട്, അവരുടെ ഫോട്ടോ ഉണ്ട്, അമ്മയുണ്ട്, ആ കൊച്ചിൻ്റെ ഇളയ ഒരു കുഞ്ഞുണ്ട്, അതിൻ്റെ ഫോട്ടോയുണ്ട്. അപ്പൻ്റെ ഫോട്ടോ അപ്പൻ്റെ പടം മാത്രമല്ല. എന്നാലും നല്ല നല്ല വരച്ച് അതിന് പ്രൈസും കിട്ടി. അന്നേരം സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ഫാദറിനെ വിളിച്ചിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്കൂളിൽ വരണമെന്ന് പറഞ്ഞു. സ്കൂളിൽ വന്നപ്പോൾ അപ്പൻ പറഞ്ഞു, അല്ല ഞാനെന്തിനാ, എനിക്ക് ഭയങ്കര തിരക്കാണ്, എനിക്ക് വേറൊരു മീറ്റിംഗ് ഉണ്ട്, അവിടെ പോകണം, ഇങ്ങനെ വേറെ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് വരാൻ വേണം. അത് എൻ്റെ വൈഫ് വരുന്നുണ്ടല്ലോ, വിളിക്കുമ്പോഴൊക്കെ വരുന്നുണ്ടല്ലോ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്ന്. അല്ല, നിങ്ങൾ വന്നേ പറ്റുള്ളൂ, വെരി അർജൻറ്റാണ്, വന്നേ പറ്റുള്ളൂ. അവസാനം ഇത്രയും ഹെഡ് മിസ്ട്രസ് നിർബന്ധിച്ച സമയത്ത് ഈ മനുഷ്യന് എന്തായാലും ചെല്ലാമെന്ന് വിചാരിച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴേ പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞ് പടം വരച്ചു, അതിന് നല്ല ഗ്രേഡുണ്ട്, നല്ല ഗ്രേഡിലാണ് പടം വരച്ചിരിക്കുന്നത്. ആ പടം എടുത്ത് അപ്പനെ കാണിച്ചു. ഇറ്റ് ഈസ് എ വെരി ഗുഡ്, നല്ലതാണല്ലോ, വെരി ഗുഡാണെന്ന് പറയും. എന്നാലും അപ്പനത് റിയലൈസ് ചെയ്തില്ല, അപ്പൻ്റെ പടം അതിനകത്ത് ഇല്ല എന്നുള്ളത്, അപ്പനെ വരച്ചിട്ടില്ല. അന്നേരം ആ സിസ്റ്റർ പറഞ്ഞു, നിങ്ങൾ നോക്കി, ഇതിനകത്ത് എല്ലാവരും ഉണ്ട്, നിങ്ങളുടെ വല്യപ്പൻ വല്യമ്മ, വീട്ടിലെ പട്ടി, വീട്ടിലെ കാര്യങ്ങൾ എല്ലാം ഉണ്ട്, അമ്മ എല്ലാം ഉണ്ട്, കുഞ്ഞും എല്ലാം ഉണ്ട്, നിങ്ങളുടെ രൂപം എവിടെയെന്ന് ചോദിച്ചു. അപ്പോഴാണ് അപ്പൻ അത് റിയലൈസ് ചെയ്തത്, ഞാൻ വീട്ടിലില്ല എന്നുള്ള രീതിയിൽ. കാരണം കൊച്ചു കണ്ടിട്ടില്ല അപ്പനെ, അപ്പനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ കാര്യം എന്താണ്, അപ്പൻ വീട്ടിൽ രാത്രിയിലൊക്കെ വരുന്ന, രാവിലെ എഴുന്നേറ്റ് പോകും, കൊച്ചു എഴുന്നേറ്റ് പോകും, അപ്പനെ കണ്ടിട്ടില്ല. ഒരു നല്ല ടൈം ആ കൊച്ച് അപ്പൻ ആരാന്ന് തിരിച്ചറിയാൻ വയ്യ, അമ്മ പറയുന്ന പേരല്ലാതെ അപ്പനെക്കുറിച്ച് അറിയത്തില്ല. അതുകൊണ്ടാണ് അവൻ്റെ മനസ്സിൽ കിടന്നത് വെച്ചാണ് പടം വരച്ചിരിക്കുന്നത്. ഞാനിത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങളെ നോക്കേണ്ട രീതിയിൽ പ്രോപ്പറായിട്ട് ആ സമയത്ത് അവരെ കെയർ ചെയ്യുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും ദൈവത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ അവസാനം എന്താണ്, എല്ലാ ദോഷത്തിലും അവർ അകപ്പെടും, ഒരുപാട് ദോഷങ്ങളിൽ അകപ്പെടും. അതുകൊണ്ട് തീർച്ചയായും പ്രാർത്ഥിക്കുക. ബിഹേവിയറൽ ചേഞ്ചസ്, ഞാനിതെല്ലാം പല കാര്യങ്ങളാണ് പറയും. ഇന്നിപ്പം പറഞ്ഞത്, പ്രധാനമായിട്ട് നമ്മളോട് പറഞ്ഞത് ഇങ്ങനെയുള്ള എക്സ്റ്റേണലായിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് മൊബൈൽ ഗെയിംസ്, അതുപോലെ വീഡിയോ ഗെയിംസ്, അതുപോലെ ചില ഫിലിംസ്, ചില ആക്ടിവിറ്റീസ്, ചെയ്യുന്ന ആക്ടിവിറ്റീസ്, ഇതെല്ലാം തന്നെ പിശാചിൻ്റെ എൻട്രിയാണ് അവരുടെ ജീവിതത്തിലെ ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് മ്യൂസിക് ആൻഡ് ഡാൻസിങ് ഇൻ ദ ഡാർക്ക്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ക്ലബ് ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്താൻ പോകുന്നത്, ഇതെല്ലാം തന്നെ ഒരുപാട് രീതിയിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും പിശാചിൻ്റെ ഗേറ്റ് വേ തുറക്കുകയും ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞത്. തീർച്ചയായും ഇത് നിങ്ങൾക്ക് പ്രയോജനമായി തീർന്നു എന്ന് വിചാരിക്കുന്നു. ഇത് തുടർമാനമായി കാണുക. ഇനിയും സാത്താൻ്റെ പിടിയിൽ നിന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള ചില ചിന്തകളാണ് ഈ ദിവസങ്ങളിൽ ഇനിയും ചെയ്ത 2 എപ്പിസോഡുകൂടി. ഇത് സാത്താൻ്റെ പിടിയിൽ നിന്ന് നിങ്ങളെ കുഞ്ഞുങ്ങളെ എങ്ങനെ വിടുവിക്കാം എന്നുള്ളത് നമുക്ക് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലെ കർത്താവെ, തലമുറകളെ പിശാചിട്ട് അമ്മാനമാടുമ്പോഴേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഈ പുതിയ ബീറ്റ ജനറേഷനിലൊന്നും തന്നെ പൈശാചി ശക്തികൾ കർത്താവെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ പിടിക്കാതിരിക്കാനായിട്ട് ഇത് ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അവരെയൊക്കെ ട്രെയിൻ ചെയ്തു കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചല്ലോ. എന്നാൽ ഇന്നും പിശാച് ആരെ വിലങ്ങേണ്ടുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് അലറി ചുറ്റി നടക്കുകയാണ്. ദൈവമേ, അതുകൊണ്ടത് മനസ്സിലാക്കി അതിൽ നിന്ന് ജയം പ്രാപിപ്പാനായിട്ട് കർത്താവിൻ്റെ പറഞ്ഞിരിക്കുന്ന കർത്താവെ ആ സകല ആർമേഴ്സ് കർത്താവെ ഞങ്ങൾ ഉപയോഗിക്കാനായിട്ട് ഞങ്ങളെയൊക്കെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. നീ അനുഗ്രഹിക്കണം, അവരുടെ തലമുറകളെ അനുഗ്രഹിക്കണം. ഏതെങ്കിലും രീതിയിൽ പൈശാചിക പിടിയിലായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അവർ വിടുവിക്കപ്പെടുവാനായി നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഈ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കണം, ആ തലമുറകൾക്ക് വിടുതൽ കൊടുക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർമാനമായി ഇത് കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ അയച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.